ഹലോ ഗൈസ്, വെൽക്കം മൈ ബാറ്റ്. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചെമ്മീൻ, അരിച്ചെമ്മീൻ എന്ന് പറയുവേ. അരിച്ചെമ്മീൻ കൊണ്ട് നല്ല സമ്മന്തി ആക്കിയാലോ. ഇതിൻ്റെ ഒന്നും കളയാനൊന്നുമില്ല, നല്ലതാണ്. ആദ്യം ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കാം. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ അരിച്ചെമ്മീൻ എന്ന് പറയും. എന്താ, തീരെ ചെറുതാണ്. അതൊന്ന് ചൂടാക്കി എടുത്തേ വേണ്ട. തേങ്ങയും മാങ്ങയൊക്കെ വെച്ച് നമുക്ക് പൊടിച്ച് നല്ല അടിപൊളി സമ്മന്തിയാക്കാം. ഇത് നല്ലോണം ചൂടാക്കി എടുക്കുക. ഒരു ഉറുമ്പിൻ്റെ കനം കൂടിയില്ല, അങ്ങനത്തെ ഒരു ചെമ്മീനാന്ന് പറയും. അത്ര ഒരു ഇതേ ഉള്ളൂ. അങ്ങനത്തെ ചെമ്മീനാണ്. നോക്കി എന്ത് ഭംഗിയാണ് കാണാനും. ഉണ്ടോ, ചെറിയത്. ഇത് ചൂടാക്കുമ്പം തന്നെ ഇതാകും. ഒന്നും കളയാനില്ല ഇതിൽ. ഇത് ഒരു പാക്കറ്റ് മൊത്തം ഇട്ട്, ഇത്രയും വേണ്ടായിരുന്നു. പക്ഷെ ഒരു പാക്കറ്റ് മൊത്തം ഇട്ട് ഇനി പകുതി അവിടെ വെക്കാം. പകുതിയും കൊണ്ടാക്കാം. അത്രയേ വേണ്ടു എല്ലാവർക്കും കൂടി. ഇന്ന് എല്ലാവർക്കും ബസ് സമരമാണ്. അതുകൊണ്ട് ദൂരമുള്ളവർക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റില്ല. ടീച്ചറായാലും മാഷായാലും കുട്ടികളായാലും എല്ലാവർക്കും ദൂരമുള്ളവർക്ക് എങ്ങനെ പണികൂടൊക്കെ ആയതുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റില്ല. അത് കാരണം കുട്ടികൾ ഇന്ന് വീട്ടിലുണ്ട്. വൈകുന്നേരം കൂട്ടണം, രാവിലെയും കൊണ്ടുവിടണം. പിന്നെ പഠിത്തം അങ്ങനെ ഉണ്ടാവില്ല. അത് കാരണം നല്ല അടിപൊളി സമ്മന്തിയാക്കാമെന്ന് വിചാരിച്ചു. മാങ്ങാ സമ്മന്തി, മാങ്ങായും ചെമ്മീനും സമ്മന്തിയാക്കാം. ചമ്മന്തി നല്ല മാങ്ങയും. ഇപ്പം മാങ്ങ ഇല്ലാത്ത സീസണല്ലേ. അല്ലേ, മാങ്ങ 2 കിട്ടിയതേ. ഭയങ്കര പൈസയാണ് സാധനത്തിനെല്ലാം. ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കാന്താരി എന്ത് വേണേലും വെക്കാം. ഇതുകൂടി നല്ലവണ്ണം സമ്മന്തിയാക്കി വരാം. അങ്ങനെ നമ്മുടെ അരിച്ചെമ്മീനായി നല്ല സൂപ്പറായിട്ടുണ്ട് സമ്മന്തി. വായിൽ വെള്ളം ഊറും. അതുപോലെ ചോറിൽ കുഴച്ച് നല്ല സൂപ്പറായിട്ട് കഴിക്കുക കേട്ടോ. അതിൻ്റെ കൂടെ നമ്മുടെ മെയിനായിട്ടുള്ള വൻപയർ തോരന് അടിപൊളിയാണ്. വൻപയർ തോരനും അരിച്ചെമ്മീൻ, അരിപ്പച്ചെമ്മീൻ നല്ല ടേസ്റ്റാണ് കൂട്ടിക്കഴിക്കാൻ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. മാങ്ങായും ഇഞ്ചിയും പച്ചമുളകും കാന്താരി ഉണ്ടെങ്കിൽ അതിട്ട് അതിൽ മനോഹരമായി നല്ല രുചിയായിരിക്കും. ഈ തേങ്ങായും ചെമ്മീനൊക്കെ കൂട്ടി നല്ലൊരു സമ്മന്തി. ഇന്നത്തെ ഉച്ചക്കത്തെ പരിപാടിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. അങ്ങനെ ഇന്ന് നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് റെഡിയായി. എല്ലാവരും വായോ, കഴിക്കാമല്ലോ നമുക്ക്. അവർക്ക് അടിപൊളിയായി. ഞാനൊരു ഇലയൊക്കെ ഇട്ട് മക്കൾക്കെല്ലാം ചോറാക്കിയതാണ്. സൂപ്പറായി. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, സപ്പോർട്ടൊക്കെ ചെയ്ത് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.